ഹലോ ഗൈസ്, അപ്പോൾ ഇമ്പീരിയൽ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ലവ് ബേർഡ്സിന് വേണ്ടിയിട്ടൊരു കൂടാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊക്കെ ഇവിടെ നിന്ന് മാറ്റി പിന്നീട് ഇപ്പോൾ രണ്ടാമത് റീസെറ്റ് ചെയ്യുകയാണ്. പിന്നെ ഇൻട്രോ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ്, പക്ഷെ അത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇൻട്രോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. അപ്പോൾ മെഷ് എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ആംഗ്ലർ എടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ നെറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആംഗ്ലർ എടുക്കണം. ആംഗ്ലർ എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് ഞാൻ വർക്ക് ചെയ്യണ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ആംഗ്ലർ എടുക്കുന്നത്. അപ്പോൾ നമുക്കത് എടുത്തുകൊണ്ട് വരാം. ദൂരമൊന്നുമില്ല, നമുക്കിപ്പോൾ തന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിലേക്ക് എത്തും. എന്നാണ് നമ്മുടെ മെയിൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടേക്ക് പോകണം. ഓക്കെ, അത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗോഡൗൺ എന്ന് പറയണത്. ലോക്കാണ്. ഫൈനലി നമ്മൾ അകത്ത് കയറി. എടുത്തില്ല സ്ഥാപനം. അകത്തേക്ക് കയറി. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ കൂടുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിപ്പോൾ നമുക്ക് 4 അടി വരുന്നുണ്ട്, 5 അടിയുടെ ഉണ്ട്, 6 അടിയുടെ ഉണ്ട്, 7 അടിയുടെ ഉണ്ട്, 6 അടിയുടെ ഉണ്ട്, 7 അടിയുടെ ഉണ്ട്, 8 അടിയുടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 4 അടി വെച്ചിട്ടാണ്. 4 അടിയാണ് നമ്മുടെ കൂടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഹൈറ്റ് 2.5 അടി, വിട്ടും 2.5 അടിയാണ്. ഓക്കെ, 1 2 3 4 5 6 7 8 പീസ്. ഇപ്പോൾ 8 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തിട്ടുണ്ട്. 4 അടിയുടെ 8 പീസും 5 അടിയുടെ 3 പീസും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വീട്ടിലേക്ക് പോകാം. 5 അടിയുടെ പീസ് നമുക്കിനി 2.5 അടി, ഇപ്പോൾ 5 അടി ലെങ്ത്ത് വരുന്ന പീസാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് 2.5 അടിക്ക് കട്ട് ചെയ്യാൻ പോവാണത്. അപ്പോൾ 2.5 അടിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ല. ഇപ്പോൾ 4 അടിയുടെ പീസ് ഇപ്പോൾ 6 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഏകദേശം ഫ്രെയിമിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ടൈറ്റ് ചെയ്യണം. സൈഡിൽ കോർണർ പ്ലേറ്റൊക്കെ വെക്കാനുണ്ട്. കോർണർ പ്ലേറ്റ് പ്ലേറ്റ് വെച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാനില്ലെങ്കിൽ ഷേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോർണർ പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ മെഷ് വെച്ച് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് നെട്ടും ബോൾട്ട്. ഇത് കോർണർ പ്ലേറ്റ് എന്ന് പറയും. ഇത് വെച്ചിട്ടാണ് നമ്മൾ മെഷ് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മതിക്കോട്ടാ. കൂട് ഇത്രത്തോളം ആയിട്ടുണ്ട്. 4 സൈഡും മറച്ചായിരുന്നു. ഇനിയിപ്പോൾ താഴത്തും മുകളിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. പിന്നെ അതിൽ വയ്ക്കാനുള്ള കമ്പ് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ കുടം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. 4 കുടം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. കഴിഞ്ഞിട്ട് വേണം ബേർഡിനെ എടുക്കാൻ പോയി. മിക്കവാറും ഒന്നിന് നടക്കുമെന്ന് തോന്നല്ല. ചിലപ്പോൾ നാളത്തേക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടോപ്പിൽ ഇത് പൊട്ടി വയ്ക്കണം. അപ്പോൾ ഡോറ് കട്ട് ചെയ്യാൻ പോണെയാണ്. പിന്നെ ഇരിക്കാനുള്ളൊരു കൊമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 കുടം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സൈഡിലും ഇവിടെയും കൂടി കുടം സെറ്റ് ചെയ്യാനുണ്ട്. ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഫുള്ള് നെട്ടും ബോൾട്ടാണ്. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാ കോർണറിലും ഇതേപോലെ പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഡോറ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യണം. PVC പൈപ്പ് വലിയ വർക്കാണ്. കാരണം ലോക്ക്ഡൗൺ അല്ലേ, ഉള്ളതൊക്കെ വെച്ചിട്ടൊക്കെ തന്നെ ചെയ്തേക്കുന്നത്. അതുകൊണ്ടിട്ട് ഇത്ര ഫിനിഷിംഗ് ഒന്നുമില്ല, എന്നാലും നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനാണ്. കാരണം രാത്രി ഒരുപാട് ലേറ്റായി. ഓരോന്നിന് കടയിൽ മേടിക്കാനോ അതിനൊക്കെ ആയിട്ട് പോയി. സമയം ഒരുപാട് പോയി. അപ്പോൾ നാളെ രാവിലെ തുടങ്ങണം. നാളെ എന്തായാലും ബേർഡിനെ വാങ്ങിക്കാനൊന്നുമില്ല, ആളുടെ കസിൻ്റെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ പോയി ബേർഡിനെ എടുത്തോണ്ട് തന്നെ രാവിലെ തന്നെ എന്തായാലും കൂടിൻ്റെ പണി നമ്മൾ തീർക്കും. അത് കഴിഞ്ഞ് നേരെ ബേർഡിനെ എടുക്കാൻ പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.